ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ MA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻസിൻ്റെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷിൽ നിന്ന് ഹങ്കർ എന്ന പോയമാണ് റിട്ടൻ ബൈ ജയന്ത മഹാപാത്ര. ദ പോയം ഹങ്കർ റിട്ടൻ ബൈ ജയന്ത മഹാപാത്ര. ഈ ഒരു പോയമിൽ കൂടി സ്പീക്കർ, ഫിഷർമാൻ ആൻഡ് ഫിഷർമാൻസ് ഡോട്ടർ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ സർട്ടൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുടെ ജീവിത അനുഭവങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഈ ഒരു പോയമിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ദ പോയം എൻടൈറ്റിൽഡ് ഹങ്കർ ഡിസ്ക്രൈബ്സ് എ സർട്ടൻ എക്സ്പീരിയൻസ് ഓഫ് ദി സ്പീക്കർ വിത്ത് എ ഫിഷർമാൻ ആൻഡ് ദി ഫിഷർമാൻസ് ഡോട്ടർ. നമുക്കറിയാം ഹങ്കർ എന്താണ്? വിശപ്പാണ്. ഈ ഒരു പോയമിൽ രണ്ട് സെൻസിൽ നമുക്ക് ഹങ്കറിനെ പറയാം. ഫസ്റ്റ് വൺ, ദ ഷാർപ്പ് ഡിസയർ ടു ഈറ്റ് കോസ്ഡ് ബൈ സ്റ്റാർവേഷൻ, പട്ടിണി കാരണമുള്ള ഒരു വിശപ്പ്. സെക്കൻഡ് വൺ, ദ ഇൻസാഷ്യബിൾ ഹങ്കർ ഫോർ ദി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, സെക്ഷൽ ഡിസയറിന് വേണ്ടിയിട്ട് അത് ഒരു സാറ്റിസ്ഫൈഡ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഹങ്കർ. അതാണ് ഈ ഒരു പോയമിലെ രണ്ട് ഹങ്കർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പോയം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് സെക്ഷൽ ഡിസയറിനുള്ളൊരു ഹങ്കറിനെയാണ്. പക്ഷേ പോയമിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും അതല്ല ശരിക്കത്തെ ഹങ്കർ എന്ന് പറയുന്നത്. അത് നമ്മുടെ വയറിനുള്ള വിശപ്പാണ്, പട്ടിണി കാരണമുള്ള, പോവർട്ടി കാരണമുള്ള വിശപ്പാണ് ശരിക്കുമുള്ള ഹങ്കർ എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മുടെ പോയിറ്റായിട്ടുള്ള ജയന്ത മഹാപാത്ര. ഈ പോയമിൻ്റെ തീമായിട്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എടുക്കാം. എങ്ങനെയാണ്, എന്തിൻ്റെ റിസൾട്ട് കാരണമായിട്ടാണ് ഒരു സ്ത്രീ വേശ്യയാകുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തീം ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ദ റിസൾട്ട് ഓഫ് പോവർട്ടി, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇൻജസ്റ്റിസ്. ഓക്കെ. പിന്നെ ഈ ഒരു പോയമിൽ കൂടി ഒരു അച്ഛൻ തൻ്റെ മകളുടെ ഒരു ഏജൻ്റായിട്ട് നടക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്തിൻ്റെ കാരണമായിട്ട്? ദ ഇമ്പാക്റ്റ് ഓഫ് ആറ്റർ പോവർട്ടി, പൂർണ്ണത നിറഞ്ഞ ദാരിദ്ര്യം കാരണം തൻ്റെ മകളുടെ ഒരു ഏജൻ്റായിട്ട് ഒരു അച്ഛൻ നടക്കുന്നൊരു അവസ്ഥ, അതും ഒരു തികഞ്ഞ ദാരിദ്ര്യം കാരണം. ആൻഡ് ഇറ്റ് ഓൾസോ പ്രസൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ലിവിങ് ഇൻ എ സൊസൈറ്റി ബട്ട് ദേ ഡു നോട്ട് കം ഫോർവേഡ് ടു ഹെൽപ്പ് എ മാൻ who passes a miserable and pathetic life due to utter poverty. ഒരു മനുഷ്യൻ, ആ മനുഷ്യന് കടന്നു പോകുന്ന ജീവിത സാഹചര്യം പോവർട്ടി നിറഞ്ഞതാണ്, മിസറബിളായിട്ടുള്ള പാത്തറ്റിക് ആയിട്ടുള്ള ലൈഫിലൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിലെ ഒരു മനുഷ്യനും അയാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മുമ്പോട്ട് വരുന്നില്ല. ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ്, മനുഷ്യൻ്റെ സ്വഭാവത്തെയും നമുക്ക് ഈ ഒരു പോയമിൽ കൂടി ജയന്ത മഹാപാത്ര വരച്ച് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ സോഷ്യൽ ഇൻജസ്റ്റിസ് ദാറ്റ് എവരി വൺ ഹൂ ഈസ് സ്ട്രോങ് വാണ്ട്സ് ടു സപ്രസ് വീക്ക് ആൻഡ് ദി പുവർ. പാവപ്പെട്ടവർ എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അവർ എപ്പോഴും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നൊരു സോഷ്യൽ ഇൻജസ്റ്റിസും നമുക്ക് ഈ ഒരു പോയമിൽ കൂടി മനസ്സിലാക്കാം. And the poem consists of 4 stanzas having 5 lines each. 4 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയ്ക്കും 5 ലൈൻസ് ഉണ്ട്. There is no rhyme scheme in this poem. The poet uses a number of literary devices. എന്തിനു വേണ്ടിയിട്ട്? To describe the events that led from one hunger to other. ആദ്യത്തെ ഹങ്കർ ഏതാണ്? സെക്ഷൽ ഡിസയർ ആണ്. രണ്ടാമത്തതോ ഫിസിക്കലായിട്ടുള്ള വിശപ്പ്, സ്റ്റാർവേഷൻ കാരണമുള്ള ഹങ്കർ. ആദ്യം പറഞ്ഞു സെക്ഷൽ ഡിസയറിൽ നിന്നും എങ്ങനെയാണ് ഫിസിക്കലായിട്ടുള്ള ഒരു ഡിസയറിലേക്ക്, ഫിസിക്കലായിട്ടുള്ള ഒരു ഹങ്കറിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ഓരോ ഈവൻസും ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പോയിറ്റ് നമ്പർ ഓഫ് ലിറ്റററി ഡിവൈസസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇറ്റ് വാസ് ഹാർഡ് ടു ബിലീവ് ദ ഫ്ലെഷ് വാസ് ഹെവി ഓൺ മൈ ബാക്ക്. The fisherman said, "Will you have her?" carelessly, trailing his nets and his nervous as though his words sanctified the purpose with which he faced himself. I saw his wide one thrash his eyes. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ. ഇനി ഫസ്റ്റ് ലൈൻ ഒരു വട്ടം നോക്കിക്കേ. ഇറ്റ് വാസ്, അതായിരുന്നു, പാസ്റ്റാണ്. ഹാർഡ് ടു ബിലീവ്, ഈ ഒരു ടേം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു സംതിങ് ദാറ്റ് ഈസ് ഡീപ്പ് ആൻഡ് പ്രോഫൗണ്ട്. നമ്മുടെ പോയിറ്റിൻ്റെ ഉള്ളിലുള്ള ഡീപ്പായിട്ടുള്ളൊരു ഡിസയറിനെ, ഒരു ആഗ്രഹത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? ദ ഫ്ലെഷ്,
ഫ്ലഷ് വിച്ച് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലെസ്റ്റ് ആണ്, സെക്ഷൽ ഡിസയർ ആണ്. വാസ് ഹെവി ഓൺ മൈ ബാക്ക്. എന്താണ്? The poet here says that he couldn't believe that he had strong sexual desire at that time. അന്നത്തെ സമയത്ത് അദ്ദേഹത്തിന് ഉള്ളിൽ ഇത്രക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് തനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ആൻഡ് ആ ഒരു ലെസ്റ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ആൻഡ് സോ ഹി വാണ്ട്സ് ടു സാറ്റിസ്ഫൈ ദാറ്റ് ഫീലിംഗ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം നടന്നിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ലൈൻ നോക്കൂ. ദ ഫിഷർമാൻ സെയ്ഡ്. ഇവിടെ ജയന്ത മഹാപാത്ര രണ്ടാമതായിട്ടുള്ള ഒരു പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആരാണ്? ഫിഷർമാൻ. വിൽ യു ഹാവ് ഹെർ? കെയർലെസ്ലി ട്രയലിംഗ് ഹിസ് നെറ്റ്സ് ആൻഡ് ഹിസ് നെർവ്സ്. എന്നാണ് ഇവിടെ പറയുന്നത്? ഫിഷർമാൻ ചോദിക്കുകയാണ്, വിൽ യു ഹാവ് ഹെർ? ഇവിടെ ഹെർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ ഡോട്ടർ ഓഫ് ദി ഫിഷർമാൻ whom he offers to the poet to have sex with her. ഒരച്ഛൻ തൻ്റെ മകളെ ഒരു സ്ട്രെയിഞ്ചറിനെ സെക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സെക്ഷൽ തേഴ്സ്റ്റ് ക്വെഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ദാഹശമനമല്ല സെക്ഷൽ തേഴ്സ്റ്റ് ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രെയിഞ്ചർക്ക് തൻ്റെ മകളെ ഓഫർ ചെയ്യുന്നൊരു അച്ഛനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് വളരെ കെയർലെസ് ആയിട്ട് ട്രയലിംഗ് ഹിസ് നെറ്റ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റ്സ്, വല, ഫിഷർമാൻ ആണല്ലോ, അപ്പോൾ വലയെ പിന്തുടരുകയാണ്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൗ മച്ച് കെയർലെസ് ഹി വാസ്. തൻ്റെ മകളെ ആലോചിച്ച് എത്രത്തോളം കെയർലെസ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ട്രയലിംഗ് ഹിസ് നെറ്റ്സ് ആൻഡ് ഹിസ് നെർവസ് വിച്ച് മീൻസ് നരമ്പുകൾ എന്നുള്ളൊരു ഭാഗം കാണിക്കുന്നത്. ആസ് തോ ഹിസ് വേർഡ്സ് sanctified the purpose with which he faced himself. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി സാധിക്കുന്നുണ്ട് അദ്ദേഹം ഫേസ് ചെയ്യുന്ന. ആൻഡ് വാട്ട് വാസ് ഹി ഫേസിങ്? ഫിഷർമാൻ എന്താണ് ഫേസ് ചെയ്യുന്നത്? ഹങ്കർ, വിശപ്പ്. ഈ വാക്കുകളിലൂടെ ആ ഒരു ഫിഷർമാനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രശ്നം, ആ ഒരു ഹങ്കറിനെ അത് ശമിപ്പിക്കുന്നതിനുള്ളൊരു പർപ്പസായിട്ട് ആൻഡ് സാങ്ക്ടിഫൈഡ് മേക്ക് ഇറ്റ് പ്യുവർ, നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ഇവിടെ തൻ്റെ മകളെ വേണോ എന്ന് ആ ഒരു പോയിറ്റിനോട് ഒരു അച്ഛൻ ചോദിക്കുന്നത്. ഐ സോ ഹിസ് വൈറ്റ് ബോൺ ത്രാഷ് ഹിസ് ഐസ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? മീനിങ് ദാറ്റ് ഹി വാസ് ക്വൈറ്റ് ക്യൂരിയസ് ഫോർ ദ പോയിറ്റ് ടു സേ യെസ്. അദ്ദേഹം, ആ ഒരു ഫിഷർമാൻ, ഈ പോയിറ്റിൻ്റെ വായിൽ നിന്ന് യെസ് എന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോ പറഞ്ഞാൽ എന്തായിരിക്കും? അതെ, അദ്ദേഹത്തിനും ആ ഒരു ഫിഷർമാനും തൻ്റെ മകൾക്കും നത്തിങ് ടു ഈറ്റ്, കഴിക്കാനൊന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ സ്പീക്കറിന് ലെസ്റ്റ് ഉണ്ട്. ഒരു അച്ഛൻ തൻ്റെ മകളെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു മകൾ ഇതിന് യെസ് ആണോ അതോ നോ ആണോ, അവൾക്ക് ഷി വാണ്ട്സ് ടു ഹാവ് സെക്സ് ഓർ നോട്ട് എന്നുള്ള സമ്മതം കൂടി തൻ്റെ അച്ഛൻ ചോദിക്കുന്നില്ല. His daughter's consent is not taken. It is not clear whether she wants to have sex or not. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. I followed him across the sprawling sands, my mind thumping in the flesh's sling. Hope lay perhaps in burning the house I lived in. Silence gripped my sleeves, his body clawed at the froth. His old nets had only dragged up from the seas. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്ന 5 ലൈൻസ്. ഫസ്റ്റ് ലൈൻ നോക്കൂ. ഐ ഫോളോവ്ഡ് ഹിം. നമ്മുടെ പോയിറ്റ് ഫിഷർമാനെ ഫോളോ ചെയ്യുകയാണ്. എക്രോസ് ദി സ്പ്രാവ്ലിംഗ് സാൻഡ്സ്. സ്പ്രാവ്ലിംഗ് വിച്ച് മീൻസ് സ്പ്രെഡായി കിടക്കുന്ന മണൽത്തരികളിലൂടെ, അതായത് നമുക്കറിയാം കടലിലുണ്ടാകുന്ന ആ ഒരു മണലിലൂടെ ഫിഷർമാൻ ഫോളോ ചെയ്യുകയാണ് നമ്മുടെ പോയിറ്റ്. മൈ മൈൻഡ് തമ്പിങ് ഇൻ ദി ഫ്ലഷ് സ്ലിംഗ്. തമ്പിങ് വിച്ച് മീൻസ് ഇടിമുഴക്കം, ത്രോബിങ്. നമ്മുടെ പോയിറ്റിൻ്റെ മൈൻഡിൻ്റെ എങ്ങനെയാണ്? തമ്പിങ് ആണ്. എന്ത് കാരണമായിട്ട്? ഹിസ് മൈൻഡ് ക്യാരിങ് എ ഹെവി സെക്ഷൽ ഡിസയർ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെവി സെക്ഷൽ ഡിസയർ ആണ്, ലെസ്റ്റ് ആണ്. സോ ഇൻ ദി ഫ്ലഷസ് സ്ലിംഗ് വിച്ച് മീൻസ് ദാറ്റ് ഹിസ് സ്കിൻ വാസ് ട്രൈങ് ടു സപ്പോർട്ട് ഇറ്റ് like a sling or the bandage used for supporting a broken arm. നമ്മുടെ കൈ ഒടിഞ്ഞാൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാൻഡേജ് അല്ലെങ്കിൽ ഒരു സ്ലിങ് വിച്ച് മീൻസ് ഒരു കവണ യൂസ് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള ഈ ഒരു തമ്പിങ് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്കിന്നിന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരുന്നു. ഫിസിക്കലി മെൻ്റലി അദ്ദേഹം അതിനെ
തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോപ്പ് ലേ പെർഹാപ്സ് ഇൻ ബേണിംഗ് ദ ഹൗസ് ഐ ലിവ്ഡ് ഇൻ. ഈ ഒരു ലൈൻ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും എന്താണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് അതത്ര നല്ല കാര്യം അല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ആൻഡ് ഇറ്റ്സ് ഷോവിങ് ഇൻറ്റൻസിറ്റി ഓഫ് ഗിൽറ്റി. അദ്ദേഹത്തിന് ചെറിയ രീതിയിലൊരു തെറ്റാണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. The poet thought that his sin will be forgiven by burning the house that he lived in. The line shows that the poet was feeling quite guilty because of his actions, what he was going to do out of sexual desire. എന്താണ് ഇവിടെ പറയുന്നത്? താൻ താമസിക്കുന്ന ആ വീട് കത്തിച്ചാൽ മാത്രമേ താൻ ഈ ചെയ്യാൻ പോകുന്ന പാപം അത് പൊറുക്കപ്പെടുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സെക്ഷൽ ഡിസയർ മൂലം താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ കവിക്കൊരു കുറ്റബോധം, താൻ ചെയ്യുന്നത് തെറ്റാണ്, ആ ഒരു ഗിൽറ്റി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഈ ഒരു വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹോപ്പ് ലേ പെർഹാപ്സ് ഇൻ ബേണിംഗ് ദ ഹൗസ് ഐ ലിവ്ഡ് ഇൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. സൈലൻസ് ഗ്രിപ്ഡ് മൈ സ്ലീവ്സ്, ഹിസ് ബോഡി ക്ലൗഡ് അറ്റ് ദി ഫ്രോത്ത്, his old nets had only dragged up from the seas. സൈലൻസ് ഗ്രിപ്ഡ് മൈ സ്ലീവ്സ്. ഇവിടെ സൈലൻസ് അതായത് നമ്മുടെ പോയിറ്റ് ഫിഷർമാനെ ഫോളോ ചെയ്യുകയാണ്. ഇവർക്കിടയിൽ പരസ്പരം ഇവർ രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല. ഒരു സൈലൻസ് ഉണ്ട്. ഈ ഒരു സൈലൻസ് പോയിറ്റിൻ്റെ കൈകളിൽ പിടിച്ചിട്ട് ഗ്രിപ്ഡ് ചെയ്യുകയാണ്, പിടിമുറുക്കുകയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ തൊട്ട് മുമ്പിൽ വരിയുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, നീ ചെയ്യാൻ പോകുന്നത് ഒരു സിന്നാണ്, ഒരു മഹാപാപമാണ്. അത് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വെക്കില്ലേ, അതുപോലെ വെക്കുന്നതായിരിക്കാം. ഹിസ് ബോഡി ക്ലൗഡ് അറ്റ് ദി ഫ്രോത്ത്. ക്ലൗഡ് വിച്ച് മീൻസ് നഖം എന്നാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ നരമ്പുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് പെർഹാപ്സ് ഹിസ് നെർവസ് ദാറ്റ് വർ സ്ട്രെച്ചിങ്. അദ്ദേഹത്തിൻ്റെ നരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകുന്നുണ്ട് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഈ ഒരു മഹാപാപം കാരണം. ഹിസ് ഓൾഡ് നെറ്റ്സ് ഹാഡ് ഓൺലി ഡ്രാഗ്ഡ് അപ്പ് ഫ്രം ദി സീസ്. നമ്മുടെ ഫിഷർമാൻ നോക്കുന്നത് എന്താണ്? ഫിഷർമാൻ്റെ പഴയ നെറ്റുണ്ട്. ആ നെറ്റ് കടലിൽ നിന്ന് പോയി വരികയാണ്. പക്ഷെ ഒരു മീന് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. ആ ഒരു വലയിൽ ഉള്ളത് ആകെ ഒരു സീയിൽ നിന്നുള്ള ആ ഒരു കടലിൽ നിന്നുള്ള ഒരു ഫോം, ആ പദം മാത്രമാണ്. ദ ഫിഷർമാൻ ലുക്ക്ഡ് അറ്റ് ഹിസ് ഓൾഡ് നെറ്റ്സ് വിച്ച് ഹാഡ് കോസ്റ്റ് നത്തിങ് ബട്ട് ദ ഫോം ഫ്രം ദി സീ. ആൻഡ് ദിസ് ലാസ്റ്റ് ഫ്രേസ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു ദ പോയറ്റ് ആസ് വെൽ ഇഫ് വി ഗോ ഡീപ്പർ ഇൻ ടു ഇറ്റ്സ് മീനിങ്. നമ്മൾ ഈ ഒരു സ്റ്റാൻസ വായിക്കുന്ന സമയത്ത് ഇതിന് ഡീപ്പായിട്ട് ഇതിൻ്റെ മീനിങ് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതെ, ദ പോയിറ്റ് ഇമാജിൻസ് ആസ് ഇഫ് ഹി ഹാഡ് ഗ്യാതേർഡ് നത്തിങ് ബട്ട് സിൻ ബൈ ഹിസ് സെക്ഷൽ ഡിസയർ. നമ്മുടെ പോയിറ്റ് ഇതുവരെയായിട്ടും പ്രത്യേകിച്ചൊന്നും നേടിയിട്ടില്ല, എന്തല്ലാതെ അദ്ദേഹത്തിന് ഈ ഒരു സെക്ഷൽ ഡിസയർ കാരണമായിട്ടുള്ള ഒരു പാപമല്ലാതെ. ഇവിടെ ആ ഒരു പഴയ നെറ്റിൽ നിന്ന് കടലിൽ നിന്നുള്ള ആ ഒരു ഫോം അല്ലാതെ ആ ഒരു ഡ്രാഗ് അല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് പറയും? അവരുടെ ഒരു പോവർട്ടി, ആ ഒരു ദാരിദ്ര്യം എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം. ആൻഡ് ദെൻ തേർഡ് സ്റ്റാൻസ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹട്ട്, അവരുടെ വീടിനെ കുറിച്ചിട്ട് ഉള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്. ഇൻ ദ ഫ്ലിക്കറിംഗ് ഡാർക്ക് ഹിസ് ഹട്ട് ഓപ്പൺഡ് ലൈക്ക് എ വോണ്ട്. The wind was high, and the days and nights before. Palms found scratched my skin. Inside the shack, an oil lamp splayed the hours punched to those walls. Over and over, the sticky soot crossed the space of my mind. They reached the fisherman's hut, which was quite dark and opened like a wound. ഒരു മുറിവ് പോലെയാണ് ഫിഷർമാൻ്റെ വീട് തുറന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രേസ് കൊണ്ട്, ഓപ്പൺഡ് ലൈക്ക് എ വോൺ എന്ന ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു വീടിൻ്റെ വേസ്റ്റ് കണ്ടീഷനാണ് ഓഫ് ദെയർ ഹട്ട് ബിക്കോസ് ഓഫ് പോവർട്ടി. ദാരിദ്ര്യം കാരണമുള്ള ഒരു വളരെ പരിതാപകരമായിട്ടൊരു അവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺഡ് ലൈക്ക് എ വോൺ എന്ന ഫ്രേസ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാറ്റ്, വിൻഡിനെ കൊണ്ട് പറയുന്നുണ്ട്. ഹിയർ വിൻഡ് ഈസ് സിംബലൈസസ് സ്റ്റോം വിച്ച് വാസ് ഗോയിങ് ഇൻ ടു ദ മൈൻഡ് ഓഫ് ദി പോയിറ്റ്. എന്നാൽ നമ്മുടെ പോയിറ്റിൻ്റെ മൈൻഡിൽ കിടന്ന് കളിക്കുന്ന ആ ഒരു ലെസ്റ്റിനെയാണ് ഈ ഒരു വിൻഡ്, സ്റ്റോം എന്നതുകൊണ്ട് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് മീൻസ് ദാറ്റ് ഇറ്റ് വാസ് ഹാപ്പനിങ് ഓൾ ദ ടൈം വിത്തൗട്ട് സ്റ്റോപ്പിംഗ്.
അതായത് ഇവർക്ക് എപ്പോഴും നൈറ്റ്സ് മാത്രമേ ഉള്ളൂ, രാത്രികൾ മാത്രമേ ഉള്ളൂ, എല്ലായ്പ്പോഴും ദുഃഖം നിറഞ്ഞ രാത്രികൾ മാത്രമാണ് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കൂ, പാം ഫ്രോൺസ് സ്ക്രാച്ച്ഡ് മൈ സ്കിൻ വൈൽ എൻ്ററിങ് ദ ഹട്ട്, ദ ലീവ്സ് ഓഫ് ദി പാം ട്രീ വെർ സ്ക്രാച്ചിങ് ഹിസ് സ്കിൻ. അതായത് ആ ഒരു ഹട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അവിടെ പാം ഈന്തപ്പനയുടെ ഇലകൾ അദ്ദേഹത്തിൻ്റെ സ്കിന്നിലൊന്ന് ഒരതി സ്ക്രാച്ച് ചെയ്തു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റഫോറിക്കൽ സെൻസാണ്. ദ വർ സ്റ്റോപ്പിംഗ് ദ പോയിന്റ് ഫ്രം ദി കമ്മിറ്റിംഗ് ദ സിൻ. ഈ ഒരു പാപം ചെയ്യുന്നതിൽ നിന്ന് ആ ഇലകൾ, ആ ഒരു ഈന്തപ്പനയുടെ ഇലകൾ അദ്ദേഹത്തെ തടയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇൻസൈഡ് ദ ഷാക്ക് ആൻഡ് ഓയിൽ ലാംപ്സ് പ്ലേഡ് ദ ഹവേഴ്സ് വഞ്ചുഡ് ടു ദോസ് വേൾഡ്സ്. ആ ഒരു വീടിൻ്റെ ഉള്ളിൽ, ആ ചുമരുകൾക്കിടയിൽ ആകെ ഒരു വെളിച്ചമായിട്ടുള്ളതൊരു ഓയിൽ ലാമ്പ് മാത്രമാണ്. ഫ്ലിക്കറിങ് ഡാർക്ക് എന്നൊരു ടേം ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഹട്ടിൻ്റെ ഉള്ളിൽ കൂരിരുട്ടാണ്, അതാണ് അവിടെ പറയുന്നത്. ആ ഒരു ഹട്ടിനുള്ളിൽ ആകെ അവർക്ക് വെളിച്ചമായിട്ടുള്ളത് ആ ഒരു ഓയിൽ ലാമ്പ് മാത്രമാണ്. ആ ഓയിൽ ലാമ്പ് എപ്പോഴാണ് അത് പ്രകാശിക്കുക? അത് നൈറ്റിലാണ്. ഇവർക്ക് ആകെയുള്ളത് നൈറ്റ് മാത്രമാണ്. അവർക്ക് എന്തില്ല, ദർ ഇസ് നോ ഡേ. ദ നൈറ്റ് ഈസ് ഓൺലി ഇൻ ഫിസിക്കൽ ടേംസ്. ഈ ഒരു നൈറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഈ രാത്രികളിൽ ആ കുട്ടീനെ ഒരുപാട് ആളുകൾ തേടി വരുന്നുണ്ട്. രണ്ടാമത്തെ രീതിയിൽ, ബട്ട് ഓൾസോ ഇൻ ദ മെറ്റഫോറിക്കൽ സെൻസ് ബിക്കോസ് ദർ ഇസ് ദ ഡാർക്ക്നെസ് ഓഫ് സോറോ. നമ്മൾ രാത്രിയെ പലപ്പോഴും കാണാറുള്ളത് ഒരു ഡാർക്ക്നെസ്, സ്വാഭാവികമായിട്ടും ഒരു ദുഃഖം നിറഞ്ഞ രാത്രികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതാണ് ആ ഒരു ഫിഷർമാനും അവരുടെ മകൾക്കും ഉള്ളത്. ഓവർ ആൻഡ് ഓവർ ദ സ്റ്റിക്കി സൂട്ട് ക്രോസ്ഡ് ദ സ്പേസ് ഓഫ് മൈ മൈൻഡ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ആഗ്രഹം എന്തായിരുന്നു? അതെ, ആ ഒരു ലസ്റ്റ്, സെക്ഷുവൽ ഡിസയർ സാറ്റിസ്ഫൈഡ് ചെയ്യുക എന്നുള്ള സംഭവം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ വീണ്ടും വന്നിരിക്കുകയാണ്. ദ സ്മോക്ക് കമ്മിങ് ഫ്രം ദി ലാമ്പ്, ആ ലാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സ്മോക്ക് വാസ് ഫില്ലിങ് ഹിസ് മൈൻഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഫുള്ളും ഫിൽ ചെയ്യാണ്. ഹി വാസ് ഫീലിംഗ് ഏതർ ഡ്രീമി ഓർ ഹെൽപ്ലെസ്. അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇപ്പോൾ എന്താണ്, സ്വപ്നമാണോ അതോ ഹെൽപ്ലെസ് ആണോ എന്ന് വരെ അദ്ദേഹത്തിന് തോന്നിപ്പോയി. അദ്ദേഹം പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് അറിയാം അയാൾ ഈ ചെയ്യാൻ പോകുന്നത് ഒരു തെറ്റാണ് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പം എന്ത് വേണം? അദ്ദേഹത്തിന് ആ ഒരു ലെസ്റ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനവിടെ അടിച്ചമർത്തുകയാണ്. അദ്ദേഹം ഒരു ഹെൽപ്ലെസ് ആയി പോവുകയാണ്. പകരം അദ്ദേഹം എന്താണ്, ഡ്രീം കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. ഇവിടെ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ക്രൈം എന്നുള്ളൊരു പോയിൻ്റാണ് നമുക്ക് ഈ ഒരു ലൈനിൽ നിന്ന് കിട്ടുന്നത്. ഇതാണ് തേർഡ് സ്റ്റാൻസ. ഫോർത്ത് സ്റ്റാൻസയാണ് നോക്കാൻ പോകുന്നത്. I heard him say, my daughter, she is just turned 15. Feel her, I will be back soon. Your bus leaves at 9. The poet hears the fisherman says, my daughter, she is just turned 15. എൻ്റെ മകൾ, അവൾക്കിപ്പോൾ 15 കടന്നിട്ടുണ്ട്. 15 വയസ്സെന്ന് പറയുന്നത് 15 is the age when a girl is at her charm. 15 വയസ്സ് ഒരു പെൺകുട്ടി നല്ലൊരു സുന്ദരിയായിട്ട് നിൽക്കുന്ന ആ ഒരു ഏജാണ്, ചാമിലെത്തി നിൽക്കുന്ന ഒരു ഏജാണ്. And fill her means quench with their sexual hunger by having sex with her. ഒരു അച്ഛൻ തൻ്റെ മകളെ ഓഫർ ചെയ്യുകയാണ് ഒരാൾക്ക്, ഒരു സ്ട്രേഞ്ചറിന്. ആൻഡ് ഐ വിൽ ബി ബാക്ക് സൂൺ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. മീൻസ് ദാറ്റ് ദ പോയിന്റ് ഈസ് നൗ ഫ്രീ ടു ഡു വിത്ത് ഹിസ് ഡോട്ടർ വാട്ട് എവർ ഹി ഡിസയർ. ദ പോവർട്ടി ആൻഡ് എക്സ്ട്രീം ഹങ്കർ മേക്ക് ദ ഫിഷർമാൻ pim his own daughter in exchange for some money or food. മനസ്സിലായല്ലോ, ഒരച്ഛൻ തൻ്റെ മകളെ ഫുഡിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ഇതിങ്ങനെ ഒരു അച്ഛൻ ഒരു മകളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ പോയിന്റിനെ ഫീൽ ചെയ്യുന്നത് ദ സ്കൈ ഫെൽ ഓൺ മീ, എൻ്റെ മേലിലൂടെ ആ ഒരു ആകാശം ഒന്ന് വീണിരുന്നുവെങ്കിൽ. ആൻഡ് എ ഫാദേഴ്സ് എക്സ്ഹാറ്റഡ് വൈൽ, എ കൈൻഡ് ഓഫ് സാഡാണ് ഇവിടെ കാണിക്കുന്നത്, ഒരു ഫാദറിൻ്റെ സങ്കടം അല്ലേ. യെസ്, ദ പോയിറ്റ് ഫൈൻഡ്സ് ദ ഗേൾ ഹു ഈസ് യങ്. അങ്ങനെ നമ്മുടെ പോയിറ്റ് ആ പെൺകുട്ടിയെ കാണുകയാണ്. എന്താണ്, ലോങ് ആൻഡ് ലീൻ, ഹെർ ഇയേഴ്സ് വെർ കോൾഡ് ആസ് റബ്ബർ. ഷീ ഓപ്പൺ ഹെർ വോമി ലെഗ്സ്, ഐ ഫെൽറ്റ് ദ ഹങ്കർ ഹിയർ. വോമി വിച്ച് മീൻസ് ലീൻ ആയിട്ടുള്ള, മെലിഞ്ഞിട്ടില്ല. ഓക്കെ, എന്താ പറയുന്നത്? ഷീസ് യങ്, അവൾ എന്താണ്, യങ്ങാണ്, ചെറുപ്പമാണ്. പക്ഷേ പോവർട്ടി കാരണം, പോഷകാഹാരക്കുറവ് അവൾ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മെലിഞ്ഞിട്ടാണ്, അവളുടെ മെലിഞ്ഞ കാലുകൾ അവൾ എനിക്ക് എന്ത് ചെയ്തു തന്നു? വൈഡാക്കിയിട്ട് ഓപ്പണാക്കി തന്നു. ഫോർ ദ പോയിറ്റ് ടു മേക്ക് ഹെർ സെക്സ് സ്ലേവ്. അങ്ങനെ ആ പോയിറ്റ് അവളെ ഒരു സ്ലേവ് ആക്കുകയാണ്.
ഇവിടെ കാണിക്കുന്നത് ഷീ ഈസ് വെരി വീക്ക് ആൻഡ് യങ്. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മുടെ പോയിറ്റിന് മനസ്സിലാക്കി എന്ത്? ഹി റിയലൈസ്ഡ് ദാറ്റ് ദ ടൈം ദർ ഇസ് അനദർ ഹങ്കർ നീഡ് ഫോർ ഫുഡ്. അല്ലേ, ലാസ്റ്റ് ലൈൻ എന്താ പറയുന്നത്? ദ അതർ വൺ ദ ഫിഷ് സ്ലിതറിങ് ടേണിങ് ഇൻസൈഡ്. ഫിഷ് സ്ലിതറിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റഫോറിക്കൽ എലമെൻ്റ് ആയിട്ടാണ്. എന്താണ്? നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കൂടി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ലേ? വിശപ്പാണ്. ആ ഒരു എംപ്റ്റി സ്റ്റൊമക്കിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിഷ് സ്ലിതറിങ് എന്നൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇൻസൈഡ് ദ സ്റ്റൊമക്ക് വെൻ വി ഫീൽ ഹംഗ്രി ദാറ്റ് ഹാപ്പൻസ്. ആ ഒരു മൂവ്മെൻറ്റ് അതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് പോയിറ്റിന് അറിയാവുന്ന ഒരു ഹങ്കർ എന്ന് പറയുന്നത് ആ ഒരു ലെസ്റ്റാണ്. പക്ഷെ അത് ഈ ഒരു കവിതയുടെ അവസാനം എത്തിയപ്പോഴേക്കും പോയിറ്റിന് മനസ്സിലായി എന്ത്? അത് മാത്രമല്ല വിശപ്പ് എന്ന് പറയുന്നത്, ഒരു ദർ ഇസ് അനദർ ഹങ്കർ നീഡ് ഫോർ ഫുഡ് അല്ലേ? അതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? If you find this video helpful, please like, share, comment and don't forget to subscribe. Thanks for watching.